ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ടേ കൊട്ടവഞ്ചിയിൽ പോകാൻ വേണ്ടി വന്നതാണ്. തുഴയൊന്നുമില്ല, മടലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനും അനിയനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ്. കുറേ നാളെ കേട്ടോ, മാസങ്ങളായി ഞങ്ങൾ ഇവിടോട്ട് വന്ന് ഫിഷിങ് ചെയ്തിട്ട്. കൊട്ടവഞ്ചിയൊക്കെ എന്ത് ചെയ്യുന്ന പോലും ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അപ്പം കൊട്ടവഞ്ചിയൊക്കെ നോക്കി സെറ്റായിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ചെറുക്കുന്നുണ്ടേ, വേറൊരു വള്ളം കിടപ്പുണ്ട് ഇവിടെ. ഇതൊക്കെ എടുത്ത് കരക്കിട്ടതാണ്. എടുത്ത് കരക്കിട്ടേക്കോ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനം കൊണ്ട് അവിടെ കിടപ്പുണ്ട് കൊട്ടവഞ്ചി. അപ്പോൾ അതെടുത്തോണ്ട് പോയി ഇന്ന് നമ്മുടെ പുഞ്ചയ്ക്കകത്ത് ഇറങ്ങാൻ പോകണം. ഒരുപാട് നാൾക്ക് ശേഷം പുഞ്ചയ്ക്കകത്ത് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങി എന്ത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഇനി കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. ഒരാഗ്രഹം അതിൻ്റെ പുറത്ത് ഇറങ്ങുവാണ് എന്തായാലും. അപ്പോൾ ഇനിയും തൊട്ട് കണ്ടിന്യൂസ്, അതായത് ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസെങ്കിലും ഇടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നടക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അതിന് ചെറിയ കൊട്ടവഞ്ചി എല്ലാം റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കോരി കളയട്ടെ. ഞാനിവിടെ സഹായിച്ചിട്ട് കാണാം. ഓക്കെ, വേണ്ട. ഇപ്പോൾ ഒരുപാട് നാളായി കേട്ടോ നമ്മൾ ഈ പരിപാടി ഇറങ്ങിയിട്ട്. അല്ലാതെ കാസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും കൊട്ടവഞ്ചിയിൽ കാസ്റ്റിങ് കുറവായിരുന്നു ഗൈസ്. ഇപ്പോൾ ഒരു അടിപൊളി ഒരു മരത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ പുഞ്ചയൊക്കെ ഉണ്ടോ, മൊത്തം പായലൊക്കെ കയറി ആകെ അലമ്പ് കേട്ടോ. ലൊക്കേഷനൊക്കെ പോയി, നമ്മുടെ സൈറ്റൊക്കെ പോയി. അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. 2 ദിവസത്തെ മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ വല്ലതും കിട്ടുമോ നോക്കാം. പെട്ടെന്ന് ആടറേ, വെള്ളം കോരിക്കളാ. ഇപ്പോഴാണ് പരിപാടി ആണോ ഗൈസ്. പരിപാടി നമ്മുടെ സ്റ്റിക്ക് ഒരേ സെയിം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. സ്റ്റിക്കും റീലും എല്ലാ സാധനങ്ങളും സെയിമാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. എന്തായാലും ഒന്ന് പരിപാടി തുടങ്ങട്ടെ ഗൈസ്. നമ്മുടെ കൊട്ടവഞ്ചിയിൽ ഒരു മാനന്തകണ്ണി ഇത്രയും നാളും പുള്ളിയുടെ വാസസ്ഥലമായിരുന്നു. കാണിക്കണം ഒരു മിനിറ്റ്, ഞാനവിടെ കയറാം. എവിടെ ഫസ്റ്റ് നമ്മൾ മീൻ മാനന്തകണ്ണി. അങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചിയിൽ ഇത്രയും നാളും താമസിച്ചവനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോണ ഗൈസ്. പിടിക്കലാണേ, കൈ കൊണ്ടറാ, കൊല്ലരുത്. കേട്ട് കിട്ടിയേ. ഇവിടെ ഗൈസ്. അങ്ങനെ നമ്മളവനെ റിലീസ് ചെയ്തിരിക്കുന്നു. പുള്ളിക്കാരൻ നൈസായിട്ട് നമ്മുടെ കൊട്ടവഞ്ചിക്കകത്താരും താമസം. പെട്ടെന്നേ, കുറച്ച് വെള്ളം കൂടെ ഉള്ളു. കറക്റ്റ് കാണണേ. നമ്മൾ വേറൊരു സൈറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കാസ്റ്റ്, രണ്ടാമത്തെ സൈറ്റ് കേട്ടോ. ഇവിടെ നിന്ന് കുറേ നേരം കാസ്റ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് മീനകത്ത് നാട്ടി മീനായിരിക്കും ഇതിനകത്ത് നാട്ടി. കാണാനില്ല. കറക്റ്റ് ഒന്ന് കാണിച്ചാൽ കറക്റ്റ് ഇതിനെ വൃത്തിക്ക് കാണിച്ച്. അടിപൊളി, നല്ല കിട്ടുക മഞ്ഞ കളർ കേട്ടോ. അതിൻ്റെ നേരെ അടിയിൽ വൈറ്റ്, പക്ക നാടനാണ്. നാട്ടം വരല്ല കേട്ടോ. തലയൊക്കെ പൊളിഞ്ഞു പോയി കുക്കപ്പ്. അപ്പോൾ ഇവനെ കൊല്ലിലോട്ടാക്കിയിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. രാവിലെ തൊട്ട് മഴയായിരുന്നു, മഴയൊക്കെ ഇപ്പോഴൊന്ന് ശമിച്ച്. അപ്പോൾ ഓക്കെ, കാസ്റ്റിങ്ങിലോട്ട് പോയേക്കാം. കഴിച്ചാണ്ടേ ഞങ്ങൾ രണ്ടുകൂടെ തുഴഞ്ഞ് അങ്ങോട്ട് പോവാം കേട്ടോ.
അയ്യാ ഹൈ ഹൈ തുഴഞ്ഞ അടുത്ത സൈറ്റിലോട്ട്, നേരെ അടുത്ത സൈറ്റിലോട്ടാണ് പോകണം. അപ്പോൾ എന്തായാലും തുഴഞ്ഞ അടുത്ത സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇടിച്ച് മറിഞ്ഞിനെ ഗൈസ്. ഫ്രണ്ടില് heavy സാധനം. സെറ്റ് ആഹാ ഫുള്ള് വിരിഞ്ഞ് എന്താ പോയിട്ടത്. എന്താ പോയിട്ടത് ഭയങ്കര ഭാഗ്യം ഞങ്ങക്ക്. ഊരി പോയ കൊട്ട വെച്ചതല്ല വീട്. അയ്യോ പഴയ ബന്ധിക്ക് എന്ന് പറഞ്ഞാൽ പഴയ ബന്ധിക്ക് എൻ്റെ ഹുക്കൊക്കെ തുരുമ്പെടുത്ത് പൊക്കി തല ഇങ്ങോട്ടായതേ ഉള്ളൂ. അപ്പോഴത്തേന് സാധനം ഊരി പോയി. ഇത് കറക്റ്റ് ഇങ്ങോട്ട് തന്നെ മറിഞ്ഞു. എല്ലാവരും ഈ മീൻ പോയതിന് വായിക്കാത്തായിരുന്നു ഫുള്ളിലൂറും, പക്ഷെ എന്നിട്ട് ഊരിപ്പോയി. ഓ കിടുക്കാച്ചി സാധനം കേട്ടോ. മീനെ കാണിക്കാം, മീനെ കാണിക്ക്. എന്നാ സാധനമാടാ, നീല കളറ് കടിച്ച് ഒട്ടിക്കുകയാണ്. നീല കളർ സാധനം, ജൈന്റ് സാധനം, ജൈന്റ് സാധനം. എങ്ങനെ പോലെ ഒരു 3 kg ഉറപ്പാ കേസ്. കിടുക്കായിട്ട് കേട്ടോ. തല ഉണ്ട്. എന്തോളോ ഇത് കിടുക്കാൻ സാധനം കേസ്. ഇതുണ്ട് സൈസ് നോക്കിയോ കണ്ടോ. പിന്നെ നോക്ക് ഒരച്ചില്ല കേട്ടോ. മാന്താ സാധനം, മാന്ത എന്നാ നോക്കിയ സാധനം. പൊളി പൊളി പൊളി. പിക്കെടുത്തേ ഗൈസ്. നമുക്ക് കണ്ട ഹെവി ഒരു മണലോഹയല്ല വാഹ അടിച്ചിട്ടുണ്ട്, നീലവാഹ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജത്തിലാണ് നമ്മൾ കുറേ നാൾക്ക് ശേഷം കൊട്ടാഞ്ചി വന്നിട്ട് ആദ്യമായിട്ടാണ് ഹെവി മീൻ അടിക്കുന്നത്, മാസങ്ങൾക്ക് ശേഷം കേട്ടോ. അപ്പം എന്തായാലും സൈസ് വള 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 ഹുക്കാണ്, പഴയ ലൂറാണ്. അടിച്ച് ഗായ്സ്, അടിച്ച് അടി അടി. ഇരിക്കട്ടെ ഇരിക്കട്ടെ, ഇരിക്കി ഇരുന്ന് പേസാം. നമ്മുടെ രണ്ടാമത്തെ മണൽവാഹ
രണ്ടാമത്തെ സാധനം കേട്ടോ. മണലോഹ ഗ്രിപ്പർ എടുത്തിട്ടില്ല, നമ്മൾ ഗ്രിപ്പർ എടുക്കാൻ വിട്ട്. ഇതാണ് ഗൈസ് രണ്ടാമത്തെ സാധനം കേട്ടോ. മണലോഹ വാലയിലൊരു നീല ഷെയ്ഡ് ഉണ്ട് വേണ്ട, കിടുക്കാൻ സാധനം, ഒരു രക്ഷയില്ല. സെയിം ലൂറ്. അയ്യ പൊളി പൊളി പൊളി. ഇതിങ്ങറ കൊല്ലിങ്ങറ. വയസ്സണ്ടേ, ആദ്യം ഒരു നീലവാഹ കയറി, ഒരു മണലവാഹ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പിടിക്കും. നല്ല ഊർജത്തിൽ ഇരിക്കുക. കുറെ നാൾ പിടിക്കാതിട്ട് കൈയൊക്കെ തരിച്ചിരിക്കരുത്. നമ്മളിത് തകർക്കും. ഞങ്ങൾ തകർത്തോണ്ടിരിക്കട്ട. ഇനി നെക്സ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. മീനിൻ്റെ ആക്ടിവിറ്റി നോക്കി നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമുക്ക് മീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കൂടുതൽ അലമ്പൊന്നുമില്ല, ആക്ടിവിറ്റി നോക്കി മാത്രമാണ് കാസ്റ്റ് ചെയ്യുന്നത്. എന്തുകൂടാ അത്. അടിച്ചടിച്ചടിച്ച് അടിച്ച് സെയിം ഫ്രോഗ്, സെയിം സാധനം. വരല്ലേ ചേറാൻ, കാലി 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 ചേറാൻ കുട്ടിയാണ് ഗൈസ്. അയ്യോ എവിടെ വിടാനാ, എൻ്റെ കണ്ണൊക്കെ അടിച്ച് കലക്കിക്കളഞ്ഞ്. കണ്ണ് പോയി ഗൈസ്, കണ്ണ് പിടി. സൈസാണ്ടേ നമ്മുടെ റിലീസിങ് സൈസാണ്, പക്ഷെ കണ്ണ് പോയി കേട്ടോ. കണ്ണ് തുളഞ്ഞിറങ്ങി ഇപ്പുറത്ത്. ഇപ്പം നാലാമത്തെ മീൻ. ഓക്കെ casting strike guys, strike first casting strike. ഇപ്പോൾ ഗൈസ് നമ്മുടെ വൈകിട്ടത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. 4 മീനെ കിട്ടി കേട്ടോ. 4 മീൻ ജൈൻറ്റോസ് കിസാണ്. നമ്മൾ കൊട്ടാഞ്ചി അടുപ്പിക്കും. സാധനമൊക്കെ എടുത്ത് വെക്കട്ടെ. കണ്ട സംഭവങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് ദിവസം.